ഇന്നേ അടുക്കള ഒരു ഇത്തിരി ബിസിയാണ്. കാരണം ഞാനും മോനുകുട്ടനും മാത്രമല്ല, കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് മുത്തുമണിയും കാണും. ഓൺ ദ വേയിലാണ്. രാവിലെ കഴിക്കാൻ ഇടിയപ്പവും മുട്ടക്കറിയാണ്. എന്നത്തേം പോലെ രാവിലത്തേക്കുള്ളതൊന്നും പ്ലാൻ ചെയ്ത് വെക്കാതെയാണ് ഇന്നലെ ഉറങ്ങിയത്. ഇടയ്ക്ക് എപ്പോഴോ ഉറക്കം ഉണർന്നപ്പോഴാണ് രാവിലത്തേടം എന്താണ് എന്നുള്ള ചിന്ത വന്നത്. ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കിയേക്കാമെന്ന് ഞാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. നമ്മൾ ഇടിയപ്പം മേക്കർ മേടിച്ച് 2 തവണ ഇടിയപ്പം ഉണ്ടാക്കി. അപ്പോൾ രാവിലെ മുത്ത് വിളിക്കുന്ന സമയത്തൊക്കെ എന്ത് കഴിച്ചു എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അങ്ങനെ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇടിയപ്പമാണ് കഴിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൊതി പിടിച്ച്, അയ്യോ എനിക്കും ഇടിയപ്പം കഴിക്കാൻ തോന്നുന്നു എന്ന്. എന്നാൽ പിന്നെ ഇന്ന് വരുമ്പോഴേ വയറ് നിറച്ച് ഇടിയപ്പം കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമുക്ക് അത്രയും കഷ്ടപ്പാടില്ലല്ലോ, ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. നേരത്തെ സേവനാഴി വെച്ച് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും മോനുകുട്ടനായിരുന്നു എന്നെ സഹായിക്കുന്നത്. ഇടിയപ്പത്തിനുള്ള തേങ്ങ തിരുമിയത് മോനുകുട്ടൻ തന്നെയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് വല്ലാത്ത തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഒരുവിധമാണ് ഞാൻ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. ഒന്നും ചിന്തിക്കരുതെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടിക്കയറി വന്ന് നമ്മളെ തളർത്താൻ നോക്കുമല്ലോ. അപ്പോൾ അതതിൻ്റെ വഴിക്ക് ഇങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തളരാതിരിക്കുക എന്നുള്ളത് നമ്മളും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുത്തേ. കറിയും റെഡിയായി വന്നിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയതൊക്കെ ചേർത്ത് തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് കുറച്ച് ചാറൊക്കെ ആക്കി കറിയും റെഡിയാക്കി എടുത്തു. 9 മണി കഴിയുമ്പോഴത്തേക്ക് മുത്ത് പത്തനംതിട്ടയിലെത്തും. അപ്പു പോയി വിളിച്ചിട്ട് വരുവേ. ട്രെയിൻ ടിക്കറ്റൊക്കെ നോക്കിയെങ്കിലും കിട്ടാഞ്ഞതുകൊണ്ട് ബസ്സിനാണ് വന്നത് കേട്ടോ. അപ്പോൾ അതേ 9:30 ആയി. മുത്ത് വന്നു. ഇന്ന് ഞങ്ങൾക്ക് അത്ര കണ്ട് സന്തോഷിക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. കാരണം ഇനി ഒരു അവധിക്കാലത്ത് മുത്ത് വരുമ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കാനും ഇങ്ങനെ കയറി വരാനും ഞങ്ങൾ ഈ വീട്ടിലുണ്ടാവില്ല. ഏതെങ്കിലും ഒരു വാടക വീട്ടിലായിരിക്കും. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു വിഷമമാണ്. എനിക്കറിയാം അവനും വല്ലാത്ത സങ്കടം ഉണ്ടെന്നുള്ളത്. പക്ഷേ എന്നെക്കൂട്ടല്ലല്ലോ അവനങ്ങനെ ആരോടും പ്രകടിപ്പിക്കാറില്ല. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് കഴിച്ചു. പണികളൊക്കെ ഒതുക്കിയിട്ട് ഇനി എനിക്ക് ജോലിക്ക് പോകണം. മുത്ത് എന്നെ കൊണ്ടുവിടാൻ വരാമെന്ന് പറഞ്ഞ് പറഞ്ഞതാണ്, യാത്ര ചെയ്ത് വന്നതല്ലേ കിടന്നോളാൻ. പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിലും എൻ്റെ അവസ്ഥ അവന് മനസ്സിലാവുന്നത് കൊണ്ട് എന്നെ കൊണ്ടുവിട്ടോളാമെന്നും പറഞ്ഞ് വരും കേട്ടോ.